ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുന്ന IPL മെഗാ ഓപ്ഷൻ പൂർത്തിയായപ്പോൾ എല്ലാ ടീമുകളുടെയും സ്ക്വാഡൊക്കെ ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുകയാണല്ലോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിരാട് കോഹ്ലി, രജത് പട്ടീദാർ, അതുപോലെ തന്നെ യാഷ് ദയാൽ എന്നിങ്ങനെ 3 താരങ്ങളെ ആയിരുന്നല്ലോ റിട്ടൻഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ RCB ഓൾറെഡി അവരുടെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ അവർ 19 താരങ്ങളെയാണ് വിളിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടുകൂടി 22 താരങ്ങളാണ് ഇപ്പോൾ RCBയുടെ സ്ക്വാഡിലുള്ളതും. അതെ, നമുക്കറിയാമല്ലോ 18 താരങ്ങളാണ് മിനിമം വേണ്ടതെങ്കിൽ 25 താരങ്ങളാണ് മാക്സിമം ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. RCBയുടെ സ്ക്വാഡിൽ 22 താരങ്ങളുണ്ട്. RCBയുടെ കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെയുള്ള ക്യാപ്റ്റനും അതുപോലെ തന്നെ ഓപ്പണറുമായിട്ടുള്ള ഫാഫ് ഡുപ്ലസിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പകരം വിൽ ജാക്സിനെ കൊണ്ടുവന്നു. അതൊരു മികച്ച തീരുമാനമാണ്. 11.50 കോടി രൂപയ്ക്കാണ് വെഡിക്കേറ്റഡ് ബാറ്ററായിട്ടുള്ള ഫിൽസാൾട്ടിനെ RCB അവരുടെ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഫിൽസാൾട്ടും തന്നെയായിരിക്കും RCBക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങാൻ പോകുന്നത്. അതൊരു ഡെഡ്ലി കോംബോ ആവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ജോഷ് ഹാസൽവുഡ് അതൊരു പ്രധാനപ്പെട്ട പർച്ചേസ് ആണ്. 12.50 കോടി രൂപയ്ക്കാണ് ഹാസൽവുഡിനെ RCB അവരുടെ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 11 കോടി രൂപയ്ക്ക് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായിട്ടുള്ള ജിതേഷ് ശർമ്മയെ RCBക്ക് സ്ക്വാഡിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ജിതേഷ് ശർമ്മയുടെ കാപ്പബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഭുവനേശ്വർ കുമാറിനെ 10.75 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് RCB സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു ഗ്രേറ്റ് ചോയ്സ് തന്നെയായിരുന്നു. ലിയാങ് ലിവിങ്സ്റ്റൺ അതും ഒരു പ്രധാനപ്പെട്ട പർച്ചേസ് ആണ്. 8.75 കോടി രൂപയ്ക്ക് ലിയാങ് ലിവിങ്സ്റ്റണിനെ RCB കൊണ്ടുവന്നിരിക്കുന്നു. റാസിക് സലാമിന് വേണ്ടി RCB മുടക്കിയത് 6 കോടി രൂപയും 5.75 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് RCB കൃണാൽ പാണ്ഡ്യയെ അവരുടെ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കൃണാൽ പാണ്ഡ്യയെ കൊണ്ടുവന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാധകരിൽ പലരും അതിന് 2 അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. ദേവദത്ത് പടിക്കലിനെ RCB കൊണ്ടുവന്നിരിക്കുന്നത് 2 കോടി രൂപയ്ക്കാണ്. ആദ്യം ദേവദത്ത് പടിക്കൽ അൺസോൾഡായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് RCB തന്നെ അവരെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു. യാഷ് ദയാലിനെ ഓൾറെഡി RCB റിട്ടൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നീട് ടിം ഡേവിഡ്, അതെ 3 കോടി രൂപയ്ക്ക് ടിം ഡേവിഡിനെ RCB സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സുയാ ശർമ്മയ്ക്ക് വേണ്ടി RCB മുടക്കിയത് 2.60 കോടി. ജേക്കബ് ബേദൽ, അതുപോലെ തന്നെ നുവാൻ തുഷാര, റൊമാരിയോ ഷെപ്പേർഡ് അതും ഒരു പ്രധാനപ്പെട്ട പർച്ചേസ് ആണ്. സ്വപ്നിൽ സിംഗ്, അതുപോലെ തന്നെ മനോജ് ബണ്ടാഗെ, സ്വാസ്തിക് ചിക്കാര, ലുങ്കിയങ്കിടി, അഭിനന്ദൻ സിംഗ്, മോഹിത് രാത്തി എന്നിങ്ങനെയുള്ള 22 താരങ്ങളെയാണ് RCB അവരുടെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. RCBയുടെ സ്ക്വാഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ആ ഒരു സ്ക്വാഡ് എന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വിശദമായിട്ടുള്ള ആ ഒരു സ്ക്വാഡിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒക്കെ നമുക്ക് വഴിയെ ചെയ്യാമെന്ന് കരുതുന്നു. ഏതായാലും ഒരു ഡൈനാമിക് ബാറ്റിംഗ് ലൈനപ്പ് തന്നെ RCB കൊണ്ട് ഫോർമിഡബിൾ ആയിട്ടുള്ള ഒരു ബൗളിംഗ് അറ്റാക്കും RCB അവരുടെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.